Ne m'a touché, à part toi, caballero, personne ne m'a touché. La cocaïne, a tué ma femme, je suis une clandestine. നീ കവിതകളാ കനവുകളാ കയൽവിഴിയേ நான் நிகழ்வதுவா ഇവിടെ ഇവിടെ ചക്ക വീണിട്ടുണ്ട്. ഒച്ച കേട്ടില്ലേ? വലിയ ചക്കയാന്ന് തോന്നുന്നു. വലിയ ഒച്ച കേട്ടെ. ചക്കയാ? അതിന് ഇവിടെ ഇവിടെ മാവ്. ഇവിടെ മാവ് കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ചക്ക വീണേ? ഓ സില്ലി ഗായ്സ്, അതിന് മാവിലാണ് ചക്ക പിടിക്കണേ. അത് തെങ്ങിലല്ലേ ചക്ക പിടിക്കാറുള്ളത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാം കൂടെ? അല്ല, ഇതേതാ ഈ ശവം? എവിടെയോ കണ്ട നല്ല പരിചയം. എവിടെയാണെന്നങ്ങ് ഓർമ്മ. ലല്ലു ലല്ലു അല്ലേ ഇത്? ചാച്ചു, എന്താടി ഇത്? നീ അവനെ കൊന്നാ? അയ്യോ, എൻ്റെ ചാച്ചു ജയിലിൽ പോവേ. ഏറെണ്ണം കേട്ടവിടെ മനുഷ്യവാദം ചെയ്യാതെ കർമ്മം പറയുന്നു. ചാച്ചു, നിനക്ക് എന്താടി പറ്റിയേ? ഇനി ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? പറ. അന്നമ്മേ, മിണ്ടാതെ അവിടെ അടങ്ങി പോയിട്ടിരിക്കി. ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ. ഞാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇവനാണ് എല്ലാത്തിനും കാരണം. ആ അടി അതവന് കിട്ടേണ്ടത് തന്നെയാ. അതിൽ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അതിന് അതവൻ കുടിച്ചിട്ടാണ്, അല്ലാതെ അവൻ ഭയങ്കര ഡീസൻ്റ് അല്ലേ? അല്ലേ ചാച്ചു? പിന്നെ ഒരു പുണ്യാത്മാവ് വന്നിരിക്കുന്നു. ഡീസൻ്റ് പറയുന്നില്ല ഞാൻ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ്. ഞാൻ വന്നതിൻ്റെ തുടക്കം അടിപൊളി തന്നെയാണ്. ഇനിയിപ്പാ ഇത് ഇവിടെ പുറത്ത് നിന്നിട്ട് ഇനി മഞ്ഞ് കൊള്ളണ്ട. ഇതിനാരെങ്കിലും പറക്കിയെടുക്ക്, ഉള്ളിൽ കൊണ്ടുപോയിട്ട് അടങ്ങും കിടത്താം. അമ്മച്ചി, ഇതെന്താ എൻ്റെ നടുവും കവിളൊക്കെ വല്ലാതെ വേദനിക്കുന്നേ. എന്തൊരു വേദനയാ. ഇതെന്താ ഇങ്ങനെ? പിന്നെ വേദന എടുക്കാണ്ടിരിക്കുവോ? അമ്മാതിരി അടിയായിരുന്നില്ലേ കിട്ടിയത്? നാണും മാനും ഇല്ലല്ലോടാ നിനക്ക്. നീ എന്തുവാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് ഞാൻ എന്തോ ചെയ്തിട്ടാ? ഒന്നുമില്ലല്ലോ, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തിനാടാ ഇത്ര ആർക്കാന്തി? നീ ഇതെന്ത് കോക്കണറ്റാടാ ഈ പറയുന്നേ? ആക്രാന്തിയോ? ആർക്ക്? നീ എന്തൊന്നാടാ? മോനൊന്നും ഓർമ്മയില്ല. ചേട്ടൻ പറഞ്ഞു തരാം എന്താ സംഭവമെന്ന്. എൻ്റെ കർത്താവേ, എന്നെ കുറിച്ച് അവൾ എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാൻ? നിന്നെക്കുറിച്ച് അവൾക്ക് എല്ലാം അറിയാലോ. ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ പോയാൽ ഒരിക്കലും അവൾ നിന്നെ തിരിഞ്ഞു നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ജെറി, നീയും കൂടെ ഇങ്ങനെ പറയല്ലടാ. ഞാനങ്ങ് തകർന്ന് ഇല്ലാണ്ടാകും. എനിക്കിതൊന്ന് സഹിക്കാൻ പറ്റത്തില്ലേ. നീ മോങ്ങാണ്ടിരിക്കി, നമുക്കെല്ലാം സെറ്റാക്കാന്നേ. നീ വെറുതെ ഇരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവൾ നിനക്കുള്ളതാ. നിനക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? വേഗം വാ. എടാ ലല്ലു, നിന്റെ കെട്ടൊക്കെ മാറിയോ? വാ, അവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട്. നിങ്ങൾ വന്നോ? അല്ല ലല്ലു ചേട്ടാ, കെട്ട് മാറിയോ? ഇത് രാവിലെ തന്നെ കേൾക്കാൻ തുടങ്ങി. നോക്കുന്ന കണ്ടില്ലേ അവൻ? ഇന്നലെ കൊടുത്തതൊന്നും പോരാൻ തോന്നുന്നു. കുറച്ച് ശക്തിയായി കൊടുക്കായിരുന്നു. ലല്ലു, മതി അവളെ നോക്കി വെള്ളം ഇറക്കിയത്. അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാടാ നിനക്ക്. ഇനി അവൾ നോക്കി നിന്നെ കണ്ടാലേ ഇപ്പം നോക്കി ദഹിപ്പിക്കോള്. ചാച്ചു, ഇപ്പോൾ എല്ലാവരും എത്തി. നീ പറഞ്ഞു തുടങ്ങ. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല. ഞങ്ങൾ പെമ്പിള്ളറക്കെ കൂടെ നാട്ടിലോട്ട് തിരിച്ചു പോവുക. ഇനി 2 മാസം ലീവ് ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് ചാച്ചൻ വിളിച്ചായിരുന്നു. നിങ്ങൾ കൂടെ വരുന്നുണ്ടോയെന്നറിയാൻ വിളിച്ചതാ. അതെന്ത് വർത്താന ചാച്ചു? ആര് വന്നില്ലേലും ഞാൻ വരും.
കുറേ നാളായി നാട്ടിലെ രമണിയൊക്കെ കണ്ടിട്ട്. അവിടുത്തെ ഫുഡൊക്കെ മിസ്സാവുന്നു. രമണിയാ? അതേത് രമണി? ഞങ്ങൾക്കറിയാത്ത രമണിയോ? കേട്ടിട്ടില്ലേ, പ്രകൃതി രമണി? ഞാൻ ആ രമണിയാണ് ഉദ്ദേശിച്ചേ. വാവ്, ചളി അടിക്കാൻ നിന്നെ കഴിഞ്ഞേ വേറെ ആരുമില്ലു. നിങ്ങളൊക്കെ ഒരു ഉത്തരം തരുന്നുണ്ടോ? വരുന്നുണ്ടോ ഇല്ലയോ? ആരും പോകരുത്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്, നിങ്ങളോട് ഞാൻ 1K ലൈക്കല്ലേ ചോദിച്ചുള്ളൂ. പോട്ടെ, ഇനി എനിക്കൊരു 700 ലൈക്കെങ്കിലും തരിക, ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരില്ല. ഇനി അടുത്തത് രണ്ടാമത്തത് എന്തെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ കമൻറ്റൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ കമൻറ്റ് ഇതിനകത്ത് ഇടുമ്പം വീഡിയോ വലിയ ലെങ്ത്ത് വരുന്നു, പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഏറ്റവും നല്ല 2 കമൻറ്റ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഹായ് പറയാൻ പറഞ്ഞതെന്നല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കമൻറ്റ്സ് ഞാൻ എന്നും വീഡിയോ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മുടെ നായകന്മാർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.